മറ്റൊരു വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ കുറച്ച് സ്പെഷ്യലാണ്. നമ്മുടെ സീറോ കോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ആർക്കൊക്കെ ആണ് ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക, അതുപോലെ തന്നെ ആർക്കാണത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ്. പല ആളുകളും ഇപ്പോൾ സ്റ്റെക്ക് ആയിരിക്കും, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള ഡൗട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ പറയാം. ആദ്യത്തെ എന്ന് പറയുന്നത് ഈ ZCMM ZRM എന്ന് പറയുന്നത് സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സീറോ റുപ്പി മാർക്കറ്റിംഗിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് എഴുതിയുള്ളത്. അപ്പോൾ ആർക്ക് ഇത് അറ്റൻഡ് ചെയ്യാം? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു മീഡിയം അല്ലെങ്കിൽ ലോവർ ഒരു ചെറിയ ബിസിനസ് ആയിക്കോട്ടെ, വലിയ ബിസിനസ് ആയിക്കോട്ടെ, ആർക്കും ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ആർക്കൊക്കെ മാർക്കറ്റിംഗ് ആവശ്യമുണ്ടോ എല്ലാവർക്കും ഈ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹൗ ക്യാൻ സ്റ്റാർട്ട്, എങ്ങനെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ആദ്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വേണം. ഓക്കെ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇതൊരു പുതിയതായിട്ടുള്ള സംഭവമല്ല. ഇന്നിപ്പോൾ എല്ലാവരും മാർക്കറ്റിംഗ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ടല്ലേ. നമുക്കിവിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. പെയ്ഡ് ആയിട്ടാണെങ്കിൽ നമ്മളിവിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫ്രീ ആയിട്ട് എങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് വേണ്ടത് സോഷ്യൽ മീഡിയ അക്കൗണ്ടാണ്. പിന്നെ നമുക്ക് വേണ്ടത് നിങ്ങൾ റെഡി ആവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വേണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഡി ആവണം, ആക്ഷൻ എടുക്കണം. ഇതാണ് മിനിമം നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടർന്നുള്ള വീഡിയോസിൽ ഇതിൻ്റെ അടുത്ത പ്രോസസ്സുകൾ, അതുപോലെ തന്നെ നമുക്ക് സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് എന്താണ്, എങ്ങനെയത് വർക്കാവുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഇത് അറിഞ്ഞാൽ മാത്രമാണ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ റിസൾട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്